ഞാൻ അനുഭവിക്കുന്ന സങ്കടവും വിഷമം എനിക്കറിയൂ. ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അച്ഛനൊന്ന് വഴക്കു പറയാൻ മോഹിച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛൻ വഴക്ക് പറഞ്ഞതിന് കരച്ചില്. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മമ്മയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞുമോളുടെ കരച്ചിൽ മാറ്റണ്ടേ? വേണ്ട, സ്നേഹമൊന്നും വേണ്ട. ഇങ്ങനെ പിണങ്ങാതെ. പിണങ്ങുമ്പോഴും കൊഞ്ചുമ്പോഴൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അമ്മമ്മയുടെ ചക്കര പിണങ്ങുമ്പോ അമ്മമ്മയുടെ ഉള്ളിലൊരു നീറ്റല. മോൾ എന്തിനാ അനുവാദമില്ലാതെ അച്ഛന്റെ മുറിയിൽ കയറിയത്? അച്ഛന്റെ മുറി കയറാൻ മോൾ എന്താ പാസ് എടുക്കണോ? ഞാൻ മന്ത്രിയോട് ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ ചെന്ന പൊളിറ്റീഷ്യൻ ഒന്നും അല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം മോളോ. അതൊക്കെ ശരിയാ. പക്ഷേ പ്രതാപൻ ഈ നാടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയാ. അവന് പല പ്രൈവസികളും കാണും. പിന്നെ പ്രൈവസി? നീ മുറി കയറുക മാത്രല്ലല്ലോ ചെയ്തത്, അവന്റെ മുറി മുഴുവൻ അലങ്കോലാക്കിയില്ലേ? ഞാൻ ചില കാര്യങ്ങൾ നോക്കിയപ്പോ മുറി അലങ്കോലായിപ്പോയി. അതിപ്പോ ഞാനെല്ലാം അടുക്കി വെച്ച് കൊടുക്കില്ലേ? മോളെ, ചിലർക്ക് ചില കാര്യങ്ങളിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. മുറിയൊക്കെ അടുക്കും ചിട്ടയായിട്ട് കിടക്കണം, വൃത്തിയും മെനയും വേണം. അതുമല്ല, ഓരോരുത്തരുടെ ജീവിതത്തിൽ മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വകാര്യതകളൊക്കെ ഉണ്ട്. അതെന്റെ മോള് മാനിച്ചില്ല. പോട്ടെ, എന്തായാലും വഴക്ക് പറഞ്ഞത് മോളുടെ അച്ഛൻകുട്ടനല്ലേ, അതങ്ങ് മറന്നേക്ക്. പിന്നെ മോളുടെ ദേഷ്യം മാറ്റാൻ അമ്മമ്മ ഒരു സമ്മാനം തരുന്നുണ്ട്. സ്റ്റൈലിനൊരു സ്വർണമാല. ഇതിലെ താലി ആ മാലയിലേക്ക് മാറ്റണം.